കർത്താവിൻ്റെ മേശ കർത്താവിൻ്റെ ശരീരത്തെക്കുറിച്ച്, കർത്താവിൻ്റെ രക്തത്തെക്കുറിച്ച്, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ആ യാഗത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവിൻ്റെ മേശ കർത്താവിൻ്റെ ശരീരത്തെക്കുറിച്ച്, കർത്താവ് ചൊരിഞ്ഞ രക്തത്തെക്കുറിച്ച്, അത് നമുക്ക് വേണ്ടി യാഗമായതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. അതുകൂടാതെ ആ ശരീരത്തെ വിവേചിക്കുകയും നമ്മെ തന്നെ പരിശോധിക്കുകയും ചെയ്യേണ്ട സന്ദർഭമാണ് കർത്താവിൻ്റെ മേശ എന്ന് പറയുന്നത്. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിരുന്നത് പോലെ കർത്താവിൻ്റെ മേശ കർത്താവ് ഒരുക്കിയത് നമ്മെ ആരെയും നിത്യശിക്ഷാവിധിയിലേക്ക് ഒരിക്കലും കടത്തിവിടാതെ നിത്യജീവൻ പ്രാപിക്കാൻ നമ്മെ ഒരുക്കേണ്ടതിനായിട്ടുള്ള ഒരു ശുശ്രൂഷയും കൂടിയാണ് കർത്താവിൻ്റെ മേശ. ഏതെങ്കിലും തരത്തിലുള്ള പാപങ്ങളോ ദുഷ്ചിന്തകളോ നിരാശാബോധമോ അവിശ്വാസമോ നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് കർത്താവിൻ്റെ മേശ. ആ അർത്ഥത്തിൽ വളരെ യോഗ്യമായതും വളരെ ആവശ്യമായതുമായിരിക്കുന്ന ഒന്നത്രേ ഈ കർത്താവിൻ്റെ മേശ. കർത്താവിൻ്റെ മരണത്തെയും കർത്താവിൻ്റെ അടക്കത്തെയും കർത്താവ് ഒരുക്കിയ നിയമത്തെയും ഓർക്കുന്ന ശുശ്രൂഷയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിങ്ങനെ ചിന്തിക്കുവാനായിട്ടിടയായി. കൊറോണ ലോകം മുഴുവൻ വ്യാപിച്ച്, ഇന്ത്യയിലും വ്യാപിച്ച്, എന്നാൽ അതേസമയം ഇറ്റലിയിലോ യൂറോപ്യൻ രാജ്യങ്ങളോ നടന്നതുപോലെയുള്ള സംഭവങ്ങളൊന്നും അത്രത്തോളം നടക്കാതെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ ആപൽക്കരമായിട്ട് കൊറോണ വീണ്ടും വ്യാപിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. ഡൽഹിയിലും ഉത്തർപ്രദേശിലും ഗുജറാത്തിലും അടക്കാനുള്ള ഫെസിലിറ്റി ഇല്ലാതെ, ആവശ്യമായ ആംബുലൻസ് ഇല്ലാതെ, പ്രാണവായു ഇല്ലാതെ ഭാരപ്പെടുകയും ജനം പേടിക്കാതിരിക്കാൻ ശ്മശാനങ്ങളുടെ ചുറ്റും ടിൻ ഷീറ്റ് കൊണ്ട് ജനം കാണാതിരിക്കാൻ മറയ്ക്കുകയും ചെയ്യുന്ന ഒരു ദൗർഭാഗ്യകരമായിരിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ രാജ്യം കടന്നു പോവുകയാണ്. ഇത് നഗ്നമായ യാഥാർത്ഥ്യമാണ്. വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ വ്യത്യാസമില്ലാതെ ജനം മരിക്കുന്നുണ്ട്. ഗുജറാത്തിൽ തന്നെ അനേക പാസ്റ്റർമാർ മരിച്ചു എന്ന വിവരം കഴിഞ്ഞ ദിവസം അറിയുവാനായിട്ടിടയിൽ. മരണം എന്ന് പറയുന്നത് അനേകരെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. ദൈവത്തിൻ്റെ വചനം കർത്താവിൻ്റെ ശരീരത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം ഈ കർത്തൃമേശയുടെ സമയത്ത് നമ്മുടെ ശരീരത്തെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പരിശോധിക്കണം എന്ന് പറഞ്ഞത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം അമ്മച്ചിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി ഞാൻ മെമ്പറിൻ്റെ അടുത്ത് പോയപ്പോൾ അവരൊരു സാക്ഷ്യപത്രം ആവശ്യമുണ്ട്. അത് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഡെത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി ആവശ്യപ്പെടുന്ന അപേക്ഷാ ഫോറത്തിൽ ഈ വ്യക്തി മദ്യപിക്കുന്ന ആളാണോ ആയിരുന്നോ, അതുപോലെ തന്നെ പാൻ മസാലകളും അതുപോലെ തന്നെ അത്തരം സാധനങ്ങളൊക്കെ കഴിക്കുന്ന ആളായിരുന്നോ എന്നൊരു ചോദ്യം കൂടി അതിൽ ചോദിച്ചിട്ടുണ്ട്. ഞാനതെല്ലാം പൂരിപ്പിച്ച് കൊടുക്കുവാനായിട്ടിടയിൽ. അപ്പോൾ എന്നോട് മെമ്പർ പറഞ്ഞു, ഞാനതെല്ലാം ശരിയാക്കി തരാം, ഞാനത് സർട്ടിഫിക്കറ്റ് ആവുമ്പോൾ വിളിച്ചു പറയുകയും ചെയ്യാമെന്ന്. എന്നോട് പറഞ്ഞത്, ഇവിടെ അടുത്ത് 30 വയസ്സിന് മുകളിലുള്ള ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യുവാനായിട്ടിടയിൽ. പോലീസിൽ നിന്നാണ് അവർ അതിൻ്റെ രേഖകളൊക്കെ പൂരിപ്പിക്കേണ്ട രേഖകൾ പൂരിപ്പിച്ചത്. അവൻ്റെയും രേഖകൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത് രണ്ടും കൂടി ഇതേ വാർഡിൽ തന്നെയാണ്, രണ്ടും കൂടി ഒരുമിച്ച് ചെയ്തു തരാമെന്ന് പറയുവാനാണ്. ഞാൻ ആലോചിക്കുകയാണ്, ഒരു
ഡെത്ത് സർട്ടിഫിക്കറ്റിൽ തന്നെ ഗവൺമെന്റ് പോലും ചില ദുശീലങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് ഓർക്കുകയാണ്. പലരും മരണഭയമുള്ളവരെന്ന് മാത്രമല്ല, ചിലർ മരണത്തെ ആഗ്രഹിക്കുന്നവരും. അത് ദൈവത്തിന്റെ വചനമായിരിക്കുന്ന ബൈബിൾ പരിശോധിച്ചാൽ നമ്മെ അത്ഭുതപ്പെടുത്തും. നാം വളരെയധികം ബഹുമാനിക്കുന്ന, നാം വളരെയധികം ആദരിക്കുന്ന, നാം വളരെയധികം പ്രസംഗിക്കുന്ന അനേക ദൈവഭക്തന്മാർ പോലും മരണത്തിനായിട്ട് ആഗ്രഹിച്ച സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിന്റെ ദശാസന്ധികളിൽ വെച്ച് പലരും മരണത്തെ, അതായത് ഈ ശരീരം വിട്ട് ആത്മാവ് പോകാനായിട്ട് ആഗ്രഹിച്ചവരുണ്ട്. ഞാൻ ഇന്ന് രാവിലെ സമയം ചിന്തിച്ചപ്പോൾ കർത്താവിൻ്റെ ഭവനത്തിൽ ഒരു വേലക്കാരനായിരുന്ന, അല്ലെങ്കിൽ ദൈവഭവനത്തിൽ ശ്രേഷ്ഠനായിരുന്ന വേലക്കാരനായിരുന്ന, ശുശ്രൂഷകനായിരുന്ന മോശ പറഞ്ഞൊരു വാക്യം നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. സംഖ്യാപുസ്തകത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ആ കർത്താവിൻ്റെ ദാസനായ, മുഖാമുഖം സംസാരിച്ചവനായ മോശ, ദൈവ തേജസ്സിനാൽ തന്റെ മുഖം പ്രകാശിച്ചവനായ മോശ പറഞ്ഞൊരു വാക്യം സംഖ്യാപുസ്തകം 11-ാം അധ്യായം 15-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്താണ് നിന്റെ സന്ദർഭം? ഇവിടെ മോശ പറയുകയാണ്, എന്റെ പ്രാർത്ഥനയ്ക്ക് അങ്ങ് ഉത്തരം നൽകിയില്ലെങ്കിൽ, ഈ അവസ്ഥയിൽ നിന്ന് അങ്ങനെ മാറ്റിയില്ലെങ്കിൽ പിന്നെ ഒരു നിമിഷം പോലും ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ അങ്ങ് കൊന്നു കളഞ്ഞേക്കൂ. ഈ അരിഷ്ടത കാണുവാൻ എനിക്ക് സാധ്യമല്ല. പലരും അരിഷ്ടതയും ദുഃഖവും പ്രയാസവും കാണാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. ദൈവത്തോട് ഇനി ജീവിക്കണ്ട എന്ന് പറയുന്നവരുണ്ട്. ഇത് ചിലറക്കാരനായിട്ടുള്ള ഒരാളല്ല പറഞ്ഞത്, മോശയാണ് പറഞ്ഞത്. ദൈവത്തിന്റെ വചനം, കർത്താവ് നീതിമാനാണെന്ന്, അവനെ പോലെ ആരുമില്ലെന്ന്, പിശാചിനോട് പോലും കർത്താവ് ശക്തമായ ഭാഷയിൽ സംസാരിച്ച ദൈവഭക്തനായ ജോബ് പറഞ്ഞൊരു കാര്യം നമ്മൾ ഓർക്കണം. അതൊരു രോഗത്തിന്റെ അത്യുച്ഛാവസ്ഥയിലാണ്. മോശയുടെ കാര്യത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്ത അവസ്ഥയിലാണ്. തന്നെ വഴി നടത്താനായിട്ട് നിയോഗിക്കപ്പെട്ട ജനത്തിന്റെ ദുരവസ്ഥയിൽ നിന്ന് വിടുവിച്ചില്ലെങ്കിൽ ആ അരിഷ്ടത കണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്നാണ് മോശ പറഞ്ഞത്. എന്നാൽ ജോബിന്റെ ജീവിതത്തിൽ താൻ നിരാശയിലേക്ക്, അല്ലെങ്കിൽ നിരാശ ഉണർത്തുന്ന ഒരു വാക്ക് പറയാനിടയായത് തന്നെ രോഗത്തിന്റെ അത്യുച്ഛാവസ്ഥയിലാണ്. നമുക്ക് വായിക്കാം ജോബിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. ഞാൻ ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കാതിരുന്നത് എന്ത്? ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ പ്രാണൻ പോകാത്തത് എന്ത്? താൻ രോഗത്തിന്റെ അത്യുച്ഛാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ തന്റെ ഭാര്യയും തന്റെ മക്കളും അതുപോലെ തന്നെ തന്റെ കൂട്ടുകാരും തന്റെ സകലരും തന്നെ ഉപേക്ഷിച്ചപ്പോൾ, അകറ്റിക്കളഞ്ഞപ്പോൾ താൻ പറഞ്ഞ വാക്കുകളാണ്, താൻ ഗർഭത്തിൽ നിന്ന് തന്നെ താൻ ജനിച്ചു പുറത്തേക്ക് വരാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നോക്കുമ്പോൾ ദൈവത്തെ കർത്താവ് തന്നെ പറഞ്ഞു, പ്രവാചകന്മാരിൽ അതിശ്രേഷ്ഠനായ ഒരു ഫയർ ബ്രാൻഡ് പോലെ കർത്താവിന് വേണ്ടി ധൈര്യത്തോടെ ശുശ്രൂഷ ചെയ്താൽ, ആരെന്നെ കൊല്ലാൻ വന്നാലും എനിക്ക് വിരോധമില്ല, ഞാൻ ജീവനുള്ള ദൈവത്തിന് വേണ്ടി നിലനിൽക്കുമെന്ന് പറഞ്ഞ ഏലിയാവിനെ കുറിച്ച് നാം നോക്കിയാൽ, ഏലിയാവ് 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിന് 4-ാം വാക്യത്തിൽ
താൻ പറയുന്ന വാക്കുകൾ, തന്നെ കൊല്ലാൻ കാത്തിരിക്കുന്ന ഭീഷണിക്ക് മുമ്പിൽ താൻ പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് വായിക്കാം. ചൂരച്ചെടിയുടെ കീഴിൽ നിന്ന് മരിക്കുവാൻ ഇച്ഛിച്ചു. ഇപ്പോൾ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറയുവാനായിട്ടിടയിൽ. മരിക്കാൻ ആഗ്രഹിക്കുന്ന ചില അവസ്ഥകൾ. എന്താ കാരണം? തന്നെ കൊല്ലുമെന്ന ഭീഷണിക്ക് മുമ്പിൽ. കർത്താവായ യേശു ഇങ്ങനെ പറഞ്ഞു ഒരിക്കൽ, ഇതാ ദേവാലയത്തെക്കാൾ വലിയവനാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്, സോളമനേക്കാൾ വലിയവനാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്, യോന പ്രവാചകനേക്കാൾ വലിയവനാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. സുവിശേഷം അറിയിക്കുന്ന കാര്യത്തിൽ നിനവ പട്ടണത്തോട് വിളിച്ചു പറഞ്ഞ യോന പറഞ്ഞതായിരിക്കുന്ന ഒരു വാക്ക് നമുക്ക് വായിക്കാം. യോനയുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. ആകയാൽ യഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്ന നന്ന് എന്ന് യോന പ്രവാചകൻ പറഞ്ഞു. 4 വ്യക്തികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ശ്രേഷ്ഠരായ 4 വ്യക്തികൾ. 1 മോശ, 2 ഏലിയാവ്, 1 ഇയ്യോബ്, 4-ാമതായി യോന പ്രവാചകൻ. എന്നാൽ നാം ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൽ പറയുന്നത്, കർത്താവ് പറയുന്നത്, ദൈവഭക്തന്റെ മരണം അത് രക്തസാക്ഷിത്വമായാലും, അത് രോഗം വന്ന് മരിച്ചാലും, അത് ഏത് സാഹചര്യത്തിലൂടെയാണെങ്കിലും ദൈവത്തിന്റെ മുമ്പിൽ അത് ശ്രേഷ്ഠമേറിയതാണ്. ഇത് മനസ്സിലാക്കിയ പൗലോസ് തന്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞതായിരിക്കുന്ന പുതിയ നിയമത്തിലെ വാക്യമാണ് ഒരു ക്രിസ്ത്യാനിയെ, ഒരു വിശ്വാസിയെ ബലപ്പെടുത്തേണ്ടത്. അതെന്താണ്? ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് വായിക്കാം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും എനിക്ക് ജീവനും വിശുദ്ധമുള്ള യാഗമായി സമർപ്പിക്കണം. അപ്പോ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യണമെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്? ജീവൻ വേണം, വിശുദ്ധി വേണം, അതുപോലെ തന്നെ ലോകത്തിന് അനുരൂപരാകരുത്, ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കണം. സ്തോത്രം. നാം റോമാലേഖനം തന്നെ 6-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെയും പറയുന്നത്, നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളായി പണ്ട് നിങ്ങൾ സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിക്കുകയും. റോമലേഖനം 6-ാം അധ്യായം 19-ാം വാക്യം പറയുന്നത്, പണ്ട് നിങ്ങളുടെ ശരീരത്തിലെ അവയവങ്ങളെ നിങ്ങൾ അധർമ്മത്തിനും അശുദ്ധിക്കും അടിമയായി ഏൽപ്പിച്ചതുപോലെ നിങ്ങൾ ഇപ്പോൾ എന്തിനു സമർപ്പിക്കണം? നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി ദൈവനീതിക്ക് അടിമകളാക്കി സമർപ്പിക്കുകയും. വളരെ അർത്ഥവത്തായ ഒരു വാക്യമാണ് നാം ഇവിടെ വായിക്കുന്നത്. പണ്ട് പാപത്തിന്റെ ദാസന്മാരായിരുന്നു, ഇന്ന് നാം കർത്താവിന്റെ ദാസന്മാരാണ്, കർത്താവിന്റെ ദാസിമാരാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലും റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 19 തുടർന്നുള്ള വാക്യങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. കാരണം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, വിശുദ്ധനായ പൗലോസ് കൊരിന്തോസുകാർക്ക് ലേഖനം എഴുതിയപ്പോൾ അതിൻ്റെ 1 കൊരിന്ത്യർ അതിന് 1-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ
നമുക്ക് ഈ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചിന്തിക്കാനുള്ള കാര്യങ്ങളുണ്ട്. 16-17. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ലേ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ. കണ്ടോ, ഇവിടെ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ഇത് ദൈവത്തിന്റെ ആത്മാവ്, ദൈവം തന്ന ആത്മാവ് വസിക്കുന്ന മർത്യ ശരീരമാണ്. അതുകൊണ്ട് ഇത് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ആലയങ്ങളത്ര. നമ്മുടെ ശരീരത്തെക്കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കാണ്, നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണം, അത് വിശുദ്ധമാണ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? 1 കൊരിന്ത്യർ തന്നെ അതിൻ്റെ 6-ാം അധ്യായം എടുക്കാം. അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ അതിൻ്റെ 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ബോധ്യങ്ങൾ വായിക്കുന്നു, വേഗം ബോധ്യം നൽകുന്നുണ്ട്. എന്നാൽ ദൈവം ഇതിനെയും അതിനെയും ഇല്ലായ്മയാണ്. ശരീരമോ ദുർനടപ്പിലല്ല, കർത്താവ് ശരീരത്തിൽ. എന്നാൽ ദൈവം കർത്താവിനെ നിർമ്മിച്ചതുപോലെ നമ്മയും നശിപ്പിക്കാതെ ഉയർത്തുന്നു. അവരുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നു എന്ന് അറിയുന്നില്ല. ക്രിസ്തുവിന്റെ അവയവങ്ങളെ ഞാൻ എന്റെ വേശ്യയുടെ അവയവങ്ങളാക്കണം. ഉദാഹരണമല്ല, വേശ്യയോട് പറ്റിച്ചേരുന്നവൻ ആളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഇരുവരും ഒരു ദേഹമായി തീരുമെന്നുണ്ട്. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവ് ആകുന്നു. ദുർനടപ്പ് വിട്ട് ഓടി മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകും. ദുർനടപ്പുകാരൻ സ്വന്തം ശരീരത്തിന് ദുർനടപ്പായി പാപം ചെയ്യുന്നു. ദൈവത്തിന്റെ ജ്ഞാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലക്ക് വാങ്ങിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നത്. അയാൾ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തിന് മുക്തപ്പെടുത്തും. ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ വചനം നമ്മുടെ ശരീരത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ് നാം വായിച്ചത്. ശരീരത്തിൽ നിന്ന് ആത്മാവ് മാറിപ്പോകുന്നതാണ് ശാരീരിക മരണം എന്ന് പറഞ്ഞു. അമ്മച്ചിക്ക് സംഭവിച്ച മരണം അതാണ്. ശരീരത്തിൽ നിന്ന് ആത്മാവ് വേറിട്ടുപോയി, അതിന് ശാരീരിക മരണം എന്നാ പറയുന്നത്. എന്നാൽ പാപം ചെയ്ത് ദൈവത്തിന്റെ ആത്മാവിൽ ദൈവ തേജസ്സിൽ നഷ്ടപ്പെടുന്നതിനെയാണ് ആത്മീയ മരണം എന്ന് പറയുന്നത്. എന്നാൽ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ട് ദൈവത്തിന് വിരോധമായി ജീവിച്ച് ദൈവത്തിന്റെ ശിക്ഷാവിധിയിലേക്ക് പ്രവേശിക്കുന്നതിനെയാണ് നിത്യമരണം എന്ന് പറയുന്നത്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ശരീരം കൊണ്ട് നാം എന്ത് ചെയ്യണമെന്ന് പറയുന്ന ഒരു ഭാഗമാണ് നാം വായിച്ചത്. ഇവിടെ പറയുകയാണ്, ദുർനടപ്പ് പാടില്ല. ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് ഒരു വിശുദ്ധ ബന്ധമാണ്. അവർ രണ്ടല്ല ഒന്നായി തീരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുകയാണ്, പാപം ചെയ്യുന്നവൻ അതിനെ ഒരു വേശ്യാവൃത്തി പോലെ കാണിക്കുക. അങ്ങനെ ഒരു വേശ്യയോട് ചേരുന്നവൻ അവനുമായി ഒന്നായി ചേരും എന്ന ആ കാര്യം പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ദുർനടപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി എന്തായി, ദുർനടപ്പിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി ആരായി മാറും? ആ വേശ്യയോട് ചേർന്ന് ഒരു ശരീരമായി തീരും എന്ന് പറയുന്ന കർത്താവിന്റെ ശരീരത്തിൽ നിന്ന് മാറിപ്പോകുന്ന അർത്ഥം, നമ്മുടെ ശരീരം മലിനമാകുന്ന അർത്ഥം. അതുകൊണ്ട് ഇവിടെ 18-ാം വാക്യത്തിൽ പറയുന്നത്, ദുർനടപ്പ് വിട്ട് കൂടുക. നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കാൻ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഓട്ടമൊക്കെ ചെയ്തു വരും. എന്നോട് മാത്യു എസ്തറൊക്കെ പറഞ്ഞു, അമ്മച്ചിക്ക് ഡയബറ്റിക് ആയിരുന്നു,
ഏറെ നാൾ ഡയബറ്റിക് ഉണ്ടായിരുന്നു. ജോയ്സ് പറഞ്ഞു, അമ്മച്ചി എത്ര നാൾ ശരിക്ക് നടക്കാതിരുന്നു എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇന്നലെ ഇരുന്ന് ആലോചിച്ചു. ഇന്നലെ രാവിലെ ജോയ്സൊക്കെ കരയാനിടയായി. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുക്കാനായിട്ട് വീൽചെയറിൽ കൊണ്ടുവന്ന് പല്ല് തേപ്പിച്ച് ഒരു കൊച്ചു കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നവർ കൊടുക്കുമ്പോൾ ആ നാവൊക്കെ നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആയിരിക്കും, ദിവേന്ദ്ര പാർസൽ ഒരു കൊച്ചു കുട്ടി ചെയ്യുന്ന പോലെയാണത് അമ്മച്ചി കഴിക്കുന്നത്. ജോയ്സ് ഒരു അമ്മയെപ്പോലെയാണോ കൊടുക്കുന്നത്. അപ്പോൾ ആലോചിക്കും, കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അമ്മ ഈ 4 മക്കളെ വളർത്താനായിട്ട് എന്തെല്ലാം ചെയ്തിട്ടുണ്ടാവും. അതുപോലെ പ്രായാധിക്യത്തിൽ ജോയ്സ് ചെയ്തു കൊടുക്കാനായിട്ട് ഇടയായിരുന്നു. അതോർത്ത് ജോയ്സ് നല്ല ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് കരയാനായിട്ടിടയായി. ഹല്ലേലൂയ. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ സമയങ്ങൾ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ലാത്തതുപോലെയാണ്. കാരണം അത്രമാത്രം അമ്മച്ചിക്ക് വേണ്ടി ചെയ്യാനായിട്ട് ദൈവം സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ജോയ്സ് ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഈ നമ്മൾ ഇരിപ്പായ അല്ലെങ്കിൽ കിടപ്പായ നമ്മുടെ ആരോഗ്യം എന്ത് ചെയ്യും? ക്ഷയിക്കും. പ്രായമുള്ളവർ കിടപ്പിലായാൽ എന്ത് സംഭവിക്കും? അവരുടെ ശരീരം പല വിധത്തിലും ക്ഷയിക്കും. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഒത്തിരി സമയം കുത്തിയിരിക്കുന്നവരും എന്ത് ചെയ്യുന്നില്ല? ശരീരം മൂവ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ളവർക്കും ഒത്തിരി എന്തുണ്ട്? രോഗസാധ്യതകളും ശരീരത്തിന് ബലഹീനതകളും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. എത്രയോ പേരെ എനിക്കറിയാം കമ്പ്യൂട്ടർ മുന്നിൽ കുത്തിയിരുന്ന് എഴുന്നേൽക്കാതെ കാലത്ത് പോലെ വൈകുന്നേരം വരെ ഇരുന്ന് കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്നവർ, കുത്തിയിരുന്ന് ജോലി ചെയ്യുന്നവരൊക്കെയും പല വിധത്തിലുള്ള രോഗബന്ധനത്തിൽപ്പെടാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഡാഡി, മാത്യു സാർ പറഞ്ഞു, ഡാഡി എല്ലാ ദിവസവും എന്ത് ചെയ്യണം? കാലത്ത് എന്ത് ചെയ്യണം? നന്നായിട്ട് നടക്കണം. നന്നായി നടന്നാൽ തന്നെ എന്ത് ചെയ്യും? നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ശരീരവും നമുക്ക് ആരോഗ്യം കിട്ടാനായിട്ട് കഴിയും. ഇവിടെ പൗലോസ് ഒരു എക്സസൈസ് പറയുകയാണ്. 2 വട്ടം പറഞ്ഞിട്ടുണ്ട്. തിമോത്തിയോസിനോടും പറഞ്ഞിട്ടുണ്ട്, യൗവന മോഹങ്ങളെ വിട്ട് എന്ത് ചെയ്യണം? യു ഹാവ് ടു റൺ, ഓടണം. ഇവിടെ കൊരിന്തോസുകാർക്ക് ലേഖനം എഴുതിയപ്പോൾ വിശുദ്ധനായ പൗലോസ് പറയുകയാണ്, ദുർനടപ്പ് വിട്ട് എന്ത് ചെയ്യണം? ഓടണം. അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു എക്സസൈസ് ആയിട്ട് മാറും. പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഭക്ഷണം പോലെ, വെള്ളം പോലെ, ശ്വാസം പോലെ മനുഷ്യ ശരീരത്തിനുള്ള ഒരു ദാഹം അത്രേ സെക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് ചിലർക്ക് ദുർനടപ്പിനും ചിലർക്ക് പാപത്തിലേക്കും ഒക്കെ കടന്നു പോകാനുള്ള സാധ്യതകൾ ധാരാളമായി ഉണ്ടായിരിക്കെ, ലോകത്തിന്റെ മോഹങ്ങളും ജഡമോഹങ്ങളും അതിനെ വശീകരിച്ചിരിക്കെ, ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ ആ ജഡത്തിന്റെ ഇച്ഛകളെയും പാപത്തെയും ക്രമീകരിക്കണമെങ്കിൽ ഒരു എക്സസൈസ് ആവശ്യമാണ്. അതാണ് ഈ ഓട്ടത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത്. പൗലോസ് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടത് എന്റെ ശരീരത്തെ ബന്ധിപ്പിച്ച് അടിമയാക്കുകയത്രേ ശരിക്കും. ഇവിടെ ഒരു നിയന്ത്രണത്തെ കുറിച്ചാണ് പറയുന്നത്. ചിലരുടെ ശരീരമൊക്കെ ക്ഷീണിച്ചു കഴിയുമ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്തതിന്? ഇപ്പൊ ചിലർ കീറ്റോ ഡയറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ശരീരത്തിൻ്റെ ബോഡി വെയിറ്റ് കുറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ചിലർ പറയാറുണ്ട്. പണ്ടൊക്കെ അമ്മമാർ നീ എന്താണ് ഒരു ഭക്ഷണം കഴിക്കാണ്ട് ക്ഷീണിച്ചിരിക്കുന്നത്? ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ പറയാറുണ്ട്. ഇന്ന് വണ്ണം കൂടിയിട്ട് വണ്ണം കുറയ്ക്കാനുള്ള മരുന്നുകളാണ് വണ്ണം കൂട്ടാനുള്ള മരുന്നുകളെക്കാൾ കൂടുതൽ എന്ത് ചെയ്യുന്നത്, ചെലവഴിക്കും. ഇത് യാഥാർത്ഥ്യമാണ് ഞാൻ ഈ പറയുന്നത്. വണ്ണം കുറയ്ക്കാനായിട്ട് ഇവിടെ പല വിധത്തിലും എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് വണ്ണം കുറയ്ക്കാൻ പറ്റും. ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കി. ഇവിടെ ഒരു നിയന്ത്രണത്തെ കുറിച്ച് പറയുകയാണ്. പ്രസംഗിച്ചിട്ട് താൻ തന്നെ കൊള്ളരുതാത്തവനാകാതിരിക്കാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കണം. അപ്പൊ ശരീരത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു അടിമയാക്കണം എന്ന് പറഞ്ഞാൽ ശരീരം
പാപസ്വഭാവമുള്ള ശരീരം നമ്മുടെ വിശുദ്ധീകരിക്കപ്പെട്ട ആത്മാവിനെ അനുസരിക്കുന്നവരായി മാറും. അതാ ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഈ കാര്യം, കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കണം. നാം പരിശോധിക്കണം നമ്മുടെ ശരീരം എങ്ങനെയാണ്. ഞാൻ പ്രാരംഭമായിട്ട് പറഞ്ഞു, ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോകാൻ ശുശ്രൂഷയിൽ പരാജയപ്പെടുമോ എന്ന് ഭയപ്പെട്ട് യോനാ പ്രവാചകൻ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കുമോ എന്ന് വിചാരിച്ച് മോശ, രോഗത്തിന്റെ അത്യുച്ഛാവസ്ഥയിൽ ജോബ്, അതുപോലെ തന്നെ ഭീഷണിയുടെ പുറത്ത് ഏലിയാവ്, മരണത്തിൽ നിന്ന് മരണം ആഗ്രഹിച്ചവൻ. പക്ഷേ നമുക്ക് ഉത്തമ ഉദാഹരണമായിരിക്കുന്നത് വിശുദ്ധനായ പൗലോസാണ്. കാരണം പൗലോസ് കർത്താവ് പറഞ്ഞ വാക്ക് മനസ്സിലാക്കി, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ഞാൻ പുനരുത്ഥാനം ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനെ ഞാൻ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഈ പ്രത്യാശയുള്ളവരെന്ന. അതുകൊണ്ട് ഈ പ്രവാസകാലം, ഈ കൂടാരത്തിൽ വസിക്കുന്ന കാലം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഭൗമഭവനം വിട്ട്, ഹല്ലേലൂയ, ദൈവം ശില്പിയായി നിർമ്മിച്ചത് ആയിരിക്കുന്ന ആ ഭവനത്തിൽ നോക്കി പാർത്ത്, അബ്രഹാം നോക്കി പാർത്തതുപോലെ, പൗലോസ് നോക്കി പാർത്തതുപോലെ നമുക്കായിരിക്കണം. ജീവിച്ചിരിക്കുന്ന കാലം വിശുദ്ധിയോടെ ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കണം. അതിന് നമ്മുടെ പ്രാർത്ഥന, നിരന്തരമായ മാനസാന്തരം സഹായിക്കുമെന്ന് പറയുവാൻ ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴും കൊറോണ ഭീതിജനകമായിട്ട് പടർന്ന് കാട്ടുതീ പോലെ പടർന്നു പിടിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ എനിക്ക് ഫോൺ ചെയ്തപ്പോൾ ഫൈനലി ഞങ്ങളൊരു കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാനിടയായി. എന്താണെന്നറിയാമോ? മരണം ഏത് സമയത്തും വന്നുകൊള്ളും. നാം എന്തുള്ളവരായിരിക്കണം? ഒരുക്കമുള്ളവരായിരിക്കണം. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. കർത്താവിന് വേണ്ടി ഒരുക്കമുള്ളവരായിട്ട് ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന ഒരനുഭവം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവമെല്ലാം കരുതും, ദൈവമെല്ലാം കാത്തു സൂക്ഷിക്കും, ദൈവം നമ്മെ വഴി നടത്തും. കാരണം അവന് സ്വർഗത്തിൻ്റെയും അതുപോലെ പാതാളത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലൊക്കെ അവൻ്റെ കയ്യിലുള്ളൂ. ഹല്ലേലൂയ. തന്നെ വിശ്വസിച്ചവരെ, തൻ്റെ ശബ്ദം കേട്ടവരെ തിരിച്ചറിയാൻ കഴിയുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ കർത്താവിൻ്റെ മേശയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ കേൾപ്പിച്ച് ഏതെങ്കിലും തരത്തിലുള്ള നിരാശയോ ഭയമോ രോഗത്തിൻ്റെ ചിന്തകളോ അതുപോലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത പ്രയാസങ്ങളോ ശുശ്രൂഷകളിലുള്ള പ്രയാസങ്ങളോ മറ്റേതെങ്കിലും കാരണങ്ങളോ നമ്മുടെ ജീവിതത്തെ പ്രയാസപ്പെടുത്തുന്നുവെങ്കിൽ അതെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കപ്പെടുവാൻ ദൈവസന്നിധിയിൽ നമ്മെ ഏൽപ്പിക്കാം. ഈ സമയം കർത്താവിൻ്റെ ആ പാപമില്ലാത്ത രക്തം നമുക്ക് വേണ്ടി ചിന്തപ്പെട്ട് പുതിയ നിയമമായി, ദൈവകൃപയുടെ നിയമമായി നമുക്ക് നൽകിയത് ഓർത്ത് ആ ജീവനുള്ള നിർമ്മലമായിരിക്കുന്ന പാപരഹിതമായ രക്തത്തിൽ ആശ്രയിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെ ക്ഷമിക്കണം. കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ കഴുകി എന്നെ അങ്ങ് എൻ്റെ ശരീരത്തെ, എൻ്റെ ആത്മാവിനെ, എൻ്റെ മനസ്സിനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എനിക്ക് മരിക്കുന്നതിന് തലേ ദിവസം ഞാനൊരു പാട്ടിൻ്റെ വരികൾ ഇങ്ങനെ പാടുവാനായിട്ടുണ്ട്. എല്ലാ പാട്ടും പാടിക്കഴിഞ്ഞപ്പോൾ ആ മരിക്കുന്നതിന് തലേ ദിവസം രാത്രി ഞങ്ങൾ ആ തിങ്കളാഴ്ച ചൊവ്വാഴ്ച എല്ലാവരും ഒരുമിച്ചിരുന്ന് പാട്ടുകളെല്ലാം പാടി സ്തുതിച്ചു.
ഞാനിങ്ങനെ പാടാം. ജീവനുമെൻ്റെ സർവസ്വവും മുമ്പിലണച്ച് മുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുമ്പിലണച്ച് മുമ്പിടുന്നു. നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം.